എൻ്റെ പ്രായം 45. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല പ്രായം കഴിഞ്ഞു. ചിലർ മധ്യവയസ്കനെന്നും ചിലർ വയസ്സനെന്നുമുള്ള മട്ടിൽ നോക്കിക്കാണുന്നു. ഈ പ്രായത്തിലുള്ള ഒരു ശരാശരി മലയാളി കടന്നുപോകുന്ന പ്രധാന മയിൽക്കുറ്റികളെല്ലാം ഞാനും കടന്നു. കല്യാണം, കുടുംബം, കുട്ടി, കൂട്ടത്തിലൊരു ഡിവോഴ്സ്. അതിൻ്റെ ചടങ്ങുകൾ നടന്നു പോരുന്നു. നാളുകൾ കുറേയായി. അതുകൊണ്ട് എൻ്റെ പല കാര്യങ്ങളും നടക്കുന്നില്ലെന്ന് തന്നെ പറയാം. വിവാഹിതനായ സമയത്തും ഇതുതന്നെയായിരുന്നു അവസ്ഥ. എല്ലാ അർത്ഥത്തിലും മാന്യമായി നടന്നിരുന്ന ആൾ ആയിരുന്നു ഞാൻ. വീട്ടുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് പഠിച്ചു, ജോലി വാങ്ങി, വീട്ടിലെ ബാധ്യതകളെല്ലാം തീർത്തു. കല്യാണം കഴിക്കാനുള്ള പെണ്ണിനെ അവർ തന്നെ മുന്നിൽ നിർത്തി. കടപ്പാടുകളുടെ പേരിൽ നടന്ന ആ കല്യാണത്തിന് എൻ്റെ അഭിപ്രായം മാത്രം ആരും ചോദിച്ചില്ല. വീട്ടുകാർക്കിഷ്ടപ്പെട്ട പെണ്ണായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ അധികം നാൾ അതിന് കഴിഞ്ഞില്ല. പെണ്ണിനെപ്പറ്റി വലിയ സങ്കല്പങ്ങളൊന്നുമില്ലാതിരുന്ന എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ് സങ്കല്പങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത്. അതിനു കാരണം ഭാര്യ തന്നെ ആയിരുന്നു. ഒട്ടും ശാന്തതയില്ലാത്ത സ്വഭാവമായി വന്നവൾ പക്ഷേ നാട്ടുകാരുടെ കണ്ണിൽ മാതൃകാ ഭാര്യയായിരുന്നു. കോളേജിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ എന്നോട് വന്ന് പ്രണയം പറഞ്ഞൊരു പെൺകുട്ടിയെ ആട്ടിയോടിച്ച് വിട്ടതോർത്ത് മനസ്സ് നൊന്തു. ഒന്നുമില്ലെങ്കിലും അവൾ ഒരു സുന്ദരിയായിരുന്നു. കുറച്ചെങ്കിലും എന്നെ തൃപ്തിപ്പെടുത്താൻ അവൾക്ക് കഴിഞ്ഞേനെ. അങ്ങനെയിരിക്കെ ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫറായി ചെന്നു. ബാംഗ്ലൂരിലെത്തിയതോടുകൂടെ മറ്റൊരു ഭാഗ്യം കൂടി കിട്ടി. ആദ്യ ആഴ്ചയിൽ തന്നെ പരിചിതമായ ഒരു മുഖം കണ്ടു. തൊട്ടടുത്തുള്ള വീട്ടിൽ. അതവളായിരുന്നു. പണ്ട് കോളേജിൽ വെച്ച് എന്നെ പ്രണയിച്ചവൾ. അവളെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. മുൻപത്തേക്കാൾ സുന്ദരിയായിരിക്കുന്നു. പ്രായം 30 അടുത്ത് കാണും. ഇപ്പോൾ കണ്ടാൽ ഒരു ഹിന്ദി സിനിമാ നടിയെപ്പോലെ. ഒതുങ്ങിയ ശരീരം. പക്ഷേ അവളുടെ ആകാരവടിവ് അയഞ്ഞു കിടക്കുന്ന ടോപ്പിൽ പോലും ദൃശ്യമായിരുന്നു. അര വരെ ചെറിയ ചുരുൾ മുടി ലെയറായി വെട്ടി ചായം തേച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. വിടർന്ന വശ്യതയാർന്ന കണ്ണുകൾ, ചുവന്ന തുടുത്ത് തുളുമ്പി നിൽക്കുന്ന ചുണ്ടുകൾ. പെട്ടെന്ന് കണ്ടപ്പോൾ അറിയാതെ കുറച്ചുനേരം അവളെ വീണ്ടും നോക്കി നിന്നുപോയി. സ്വയംഭോഗം ചെയ്യാനായി ആശ്രയിച്ചിരുന്ന പോൺ വീഡിയോസിൽ കണ്ട പോലെ ഒരു മുഖം. പണ്ടിവളെ കാണുമ്പോൾ ഇങ്ങനെ ഇത്രയും ഭംഗി തോന്നിച്ചിരുന്നില്ല. അവളും എന്നെപ്പോലെ വീടും കുടുംബവും വിട്ട് ബാംഗ്ലൂരിലേക്ക് വന്നതാണ്. അടുത്തുള്ള IT കമ്പനിയിൽ ജോലി നോക്കുന്നു. അച്ഛൻ മരിച്ചപ്പോൾ അമ്മ വേറെ വിവാഹം കഴിച്ചു. അമ്മയോടും ഭർത്താവിനോടും വലിയ രസത്തിലല്ല എന്ന് അറിയാൻ കഴിഞ്ഞു. അടുത്ത വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് അവൾ. ഒരു പെൺകുട്ടി കൂടെ ഉണ്ട് അവിടെ. ആ കുട്ടി അധികം വൈകാതെ പോകുമെന്ന് പറഞ്ഞു. അപ്രതീക്ഷിതമായി എന്നെ കണ്ടതിൻ്റെ സന്തോഷം അവളിലുണ്ടായിരുന്നു. എനിക്ക് അവളെ ഫേസ് ചെയ്യാൻ ഒരു മടിയും. അവൾ പഠിച്ചിരുന്ന കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി ചെല്ലുമ്പോൾ അവൾ ഒരു ചെറിയ പെൺകുട്ടിയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അന്ന് പ്രണയം പറഞ്ഞപ്പോൾ എതിർത്തതും വഴക്കു പറഞ്ഞതും. പക്ഷേ ഇപ്പോൾ അവളിൽ വന്നിരിക്കുന്ന മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. അന്നു കണ്ട ചെറിയ പെൺകുട്ടിയേ അല്ല. അധികം തടി വെച്ചിട്ടില്ലെങ്കിലും അവളുടെ മാറിടം വലുതായ പോലെ തോന്നി. ഇങ്ങനെ ചിന്തകൾ വന്നപ്പോൾ തന്നെ ഞാൻ എന്നെ തന്നെ തിരുത്താൻ നോക്കിയതാണ്. അങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന്. പക്ഷേ അവളോട് സംസാരിച്ച് തിരിച്ച് വീടിനുള്ളിൽ കയറിയപ്പോൾ തൊട്ട് മനസ്സിൽ നിന്നും പോകുന്നില്ല. വറ്റിവരണ്ട മരുഭൂമിയിൽ മഴ കിട്ടിയ പോലെ ഒരു ആശ്വാസം. അന്നു മുതൽ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയും. രാത്രിയിൽ ഞങ്ങൾ വേറെ സമയങ്ങളിൽ വരുന്നതുകൊണ്ട് കാണാറില്ല. പിന്നീട് ജോഗിന് പോയി തുടങ്ങിയപ്പോൾ സ്ഥിരമായി കാണാൻ തുടങ്ങി. അന്നു മുതലാണ് എൻ്റെ ഉറക്കം പോയി തുടങ്ങിയത്. ജോഗിങ്ങിന് പോകുമ്പോൾ അവൾ ഇടുന്ന സ്ലീവ്ലെസ് ടൈറ്റ് ടീഷർട്ടിൽ അവളുടെ മുലകളുടെ വലിപ്പം ശരിക്കും അറിയാനുണ്ടായിരുന്നു. എനിക്ക് അത്ഭുതമായി. ഇതെങ്ങനെ ഇത്രയും വലിപ്പം വെച്ചു? ഇവൾ വിവാഹിതയുമല്ല. അതോടൊപ്പം തന്നെ അവളുടെ നിതംബം ഉരുണ്ട ടൈറ്റായി പൊങ്ങി നിൽക്കുന്നു. എനിക്കൊരു നിമിഷം എൻ്റെ ഭാര്യയെ ഓർമ്മ വന്നു.
അവളുടെ ശരീരം ഒരിക്കലും എന്നിൽ ആവേശമുണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഒരു നോട്ടം കൊണ്ട് ഇവളുടെ ശരീരം എന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. ഇവളൊരു ദേവത തന്നെ. ജോഗിങ്ങിന് പോകുമ്പോൾ പിന്നീട് ഞങ്ങൾ ഓട്ടം ഒരുമിച്ചാക്കി. ഇടയ്ക്ക് ഞാൻ ഷൂലേസ് കെട്ടാൻ എന്നവണ്ണം നിൽക്കുമ്പോൾ അവളോട് ഓടിക്കോളാൻ പറയും. അപ്പോൾ കുറേ നേരം അവളുടെ നിതംബം കുലുങ്ങുന്നത് പിന്നിൽ നിന്നും കണ്ട് ആസ്വദിക്കാൻ സാധിക്കും. വഴിയിൽ എന്നെപ്പോലെ തന്നെ അത് ആസ്വദിക്കുന്ന കുറേ പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ജോഗ് ചെയ്യുമ്പോൾ ഞാൻ ലൂസ് ഷോർട്ട്സാണ് ഇടാറുള്ളത്. അല്ലെങ്കിൽ എൻ്റെ ലിംഗത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവൾ അറിഞ്ഞേനെ. ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ തീരുമാനിക്കും, എൻ്റെ ചിന്തകൾ തെറ്റാണ്, കൺട്രോൾ ചെയ്യണമെന്ന്. പക്ഷേ സാധിക്കില്ല. രാത്രിയിൽ കിടക്കുമ്പോൾ രാവിലെ അവളെ കണ്ട് കമ്പിയായതോർത്ത് വീണ്ടും കമ്പിയാവും. പിന്നെ അത് കളയാതെ ഉറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് കളയാനായി വീഡിയോ കാണണ്ട, അവളെ ഓർത്താൽ മതി. ഞങ്ങൾ തമ്മിൽ ഒരു നല്ല സൗഹൃദം ഉടലെടുത്തിരുന്നു. അവൾ പഴയ തൊട്ടാവാടിയല്ലെന്നും വളരെ മോഡേൺ പെൺകുട്ടിയായെന്നും എനിക്ക് മനസ്സിലായി. ഈ ബന്ധം അതിരു വിടരുതെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഞാൻ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നില്ല, അങ്ങോട്ടും പോയിട്ടില്ല. പക്ഷേ എൻ്റെ അവശേഷിക്കുന്ന കൺട്രോൾ കൂടെ കളഞ്ഞ് എന്നെ അവളിലേക്ക് അടിമപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ടായി. ഓഫീസിൽ നിന്നും നേരത്തെ വന്ന് പതിവ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നതായിരുന്നു ഞാൻ. അവൾ പതിവ് പോലെ എത്തിയിട്ടില്ല എന്ന് മനസ്സിലായി. അവളുടെ റൂംമേറ്റ് കുട്ടിയും 2 ദിവസമായി ഇല്ല. പക്ഷേ രാത്രിയിൽ ഞാൻ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. എൻ്റെ മുറിയിൽ നിന്നും നോക്കിയാൽ അവളുടെ മുറി കാണാം. വെളിച്ചം ഇടാത്തത് കൊണ്ട് ഞാൻ വാച്ച് ചെയ്യുന്നത് അവൾ കാണില്ല. അവളുടെ മുറിയിൽ വെളിച്ചം നിറയുന്നതും കതക് തുറന്ന് അവൾ അകത്തേക്ക് കയറുന്നതും ഞാൻ കണ്ടു. പുറകെ തന്നെ ചെറുപ്പക്കാരനും. നല്ല ഉയരമുള്ളവൻ, ജിൻ ബോഡി. കതകടച്ച ഉടനെ അവൻ അവളെ ആഞ്ഞു ചുംബിക്കാൻ തുടങ്ങി. അവൾ ഓഫീസിൽ പോകുമ്പോൾ ഇട്ടിരുന്ന വസ്ത്രം തന്നെയായിരുന്നു. റെഡ് ഷർട്ടും റെഡ് സ്കേർട്ടും. അതിലൂടെ ഉണർന്നു നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം അവൻ വാരിപ്പുണരുന്നുണ്ട്. അതിലും ആവേശത്തിൽ അവളും അവനെ ചുംബിക്കുന്നു. അവരുടെ പരാക്രമങ്ങൾ കണ്ട് എനിക്ക് ഒരുപോലെ അസൂയയും ദേഷ്യവും അതോടൊപ്പം തന്നെ മൂടും ആയി. അവൻ അവളെ പൊക്കി അവിടെയുള്ള ജനൽ പടിയിലിരുത്തി താഴേക്ക് ചുംബിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ അവളുടെ ഷർട്ട് വലിച്ചു തുറന്നു. അവളുടെ അമ്മിഞ്ഞ കുടിക്കുന്നതായി തോന്നി. പക്ഷേ അവൾ പുറംതിരിഞ്ഞ് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് വ്യക്തമായി കാണുന്നില്ലായിരുന്നു. എങ്കിലും അവളുടെ പിടച്ചിലിൽ നിന്നും അവൾ അത് നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഒരു കൈ പിറകിലെ ജനൽ കമ്പിയിലും ഒരു കൈ അവൻ്റെ തലയിലുമായി അവൾ പിടുത്തം മുറുക്കിയിരുന്നു. എൻ്റെ ദേഷ്യം പതുക്കെ കുറഞ്ഞ് അതെല്ലാം കാമമായി സിരകളിലൂടെ നിറയുന്നത് ഞാൻ അറിഞ്ഞു. അടുത്ത നിമിഷം തന്നെ അവൾ അവൻ്റെ ഷർട്ട് വലിച്ചൂരി ജനൽ പടിയിൽ നിന്നും ഇറങ്ങി. അവൻ അവളെ നിന്നിരുന്ന പോലെ ജനലിനോട് ചേർത്ത് നിർത്തി. ഇപ്പോൾ അവൻ്റെ പിൻവശം മാത്രമാണ് എനിക്ക് കാണുന്നത്.